കഴിവിൽപ്പെട്ടത് മനുഷ്യരോട് ചോദിക്കാമെങ്കിൽ മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോടും ചോദിക്കാമെന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് ഈ കൂട്ടർ ധരിച്ചുപോയി. ആരാണ് ഈ കൂട്ടർ? വിചിന്തനക്കാർ വെളിപ്പെടുത്തണം, ആരാണ് ഈ കൂട്ടർ? മുജാഹിദുകളാണോ അവർ? എങ്കിൽ ആ മുജാഹിദിന്റെ പേരെന്ന് പറയൂ. ജിന്നുകളോടും മലക്കുകളോടും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരോട് സഹായം ചോദിക്കാം എന്ന് മുജാഹിദുകൾപ്പെട്ട ചില ആളുകൾ ധരിച്ചുപോയി എന്നാണ് എഴുതിയിട്ടുള്ളത് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കളവും തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ അന്ന് ആവേശത്തിൽ എഴുതി പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിൻവലിക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു പ്രസംഗത്തിലുള്ളത്. അഥവാ വിചിന്തനത്തിൽ അങ്ങനെ ജിന്നുകളോട് തേടാമെന്ന് ഈ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരാണ് അക്കൂട്ടർ? ആരാണ് അങ്ങനെ പറഞ്ഞത്? അവർ മുജാഹിദുകളാണെങ്കിൽ ഏതാണ് ആ മുജാഹിദുകൾ എന്നാണ്. ഞാൻ ആദ്യം തന്നെ പറയുന്നു, അവർ മുജാഹിദുകളല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവർ മുജാഹിദുകളല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ്. വീണ്ടും ഒന്നുകൂടി വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. ഈ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്ന കളവുകൾ, ഒന്നുകിൽ അത് കളവുകൾ നിങ്ങൾ തെളിയിക്കണം, അതല്ലെങ്കിൽ അത് കളവാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുജാഹിദുകളോട് പരസ്യമായിക്കൊണ്ട് ആ തെറ്റ് തിരുത്തണം. ഇത് രണ്ടുമില്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കളവുകളുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും ഇനി സാധിക്കുകയില്ല. ബഹുമാന്യനായ TP മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഒരുപാട് കാലം ഇരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. പക്ഷേ ഈ വിഷയത്തിൽ ഒരു മുജാഹിദിനെ സംബന്ധിച്ച് ഒരു മുജാഹിദ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കളവുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവസാനിപ്പിക്കണം നമ്മളിവിടെ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഓഫീസായ CD ടവറിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയുടെ ഒരു യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ TP അബ്ദുൽ മദനി അവர்கள் ഈ കളവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് TP കളവ് പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തേത് വിചിന്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആർക്കാണ് അങ്ങനെ ഒരു വാദമുള്ളത്? ഒരുപക്ഷേ ഈ വിവാദമൊക്കെ തുടങ്ങിയതിന് ശേഷം ഇടയിൽ കയറി വന്ന ആളുകൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയ കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാവുന്ന ചില വസ്തുതകളുണ്ട്. ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഒരു ദൗറ സംഘടിപ്പിക്കുകയും ആ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധം ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നാൽ ആ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് മുന്നേ ആ ദൗറയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിഷയം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായി സൗദി അറേബ്യയിൽ നിന്ന് അയച്ച ഒരു പ്രബന്ധമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പ്രബന്ധം തയ്യാറാക്കിയത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അഥവാ അബ്ദുൽ ജബ്ബാർ മദീനി, NV മുഹമ്മദ് സാലിം, അതേപോലെ തന്നെ റാഷിദ് ബിൻ ഖലീൽ എന്നിവർ ചേർന്നുകൊണ്ടാണ്. ഈ പ്രബന്ധമാണ് ഈ വിഷയത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഒരു പ്രബന്ധം. ഒന്നാമത്തെ പേജ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പേജിൽ നമുക്ക് കൊടുത്തത് കാണാം, ഇസ്ലാഹ് മാസികയിൽ നിന്നുള്ള ഒരു ഉദ്ധരണി. ഇസ്ലാഹ് മാസികയിൽ നിന്ന് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അബൗദ്ധിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല എന്ന ഭാഗമാണ് ഇവിടെ സ്കാൻ ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇവിടെ ആരംഭിക്കുന്നു ഈ വിഷയത്തിൽ അബ്ദുൽ ജബ്ബാർ മദീനിയും NV മുഹമ്മദ് സാലിമും റാഷിദ് ബിൻ ഖലീലും അതേപോലെ അവരെ പിന്തുണക്കുന്ന ആളുകളും നടത്തുന്ന കൃത്രിമം. എന്തുകൊണ്ടാണ് ഇസ്ലാഹിൽ നിന്ന് ഈ പാരഗ്രാഫ് എടുത്തു ചേർത്തത്? ഇതിന് തൊട്ട് മുമ്പാണല്ലോ നേരത്തെ ഇവിടെ വായിക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്ത പാരഗ്രാഫ് ഉള്ളത്. ആ പാരഗ്രാഫിലാണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ല,
സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയുമല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന പാരഗ്രാഫ് ഇതിന്റെ തൊട്ടുമുകളിലാണുള്ളത്. എന്തുകൊണ്ടാ അബ്ദുൽ ജബ്ബാർ മദീനിയും NV സാലിമും ഈ പാരഗ്രാഫ് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് അതിനുശേഷമുള്ള രണ്ടാമത്തെ പാരഗ്രാഫ് എടുത്തു ചേർത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ പറയുന്ന അള്ളാഹുവിൻ്റെ പടപ്പുകളെ എന്നെ സഹായിക്കണേ, പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന ഒരു വാക്കതിലുണ്ട്. ആ വാക്കിൽ പിടിച്ചുകൊണ്ട് ഇത് ഇബാദല്ലാ യാ ഇബാദല്ലാ ഐനൂനിയുമായി കൂട്ടിച്ചേർക്കാം എന്ന കുബുദ്ധിയാണ് ഈ പാരഗ്രാഫ് എടുത്തു കൊടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. ഇവരാണ് കേരളത്തിൽ ഇത് യാ ഇബാദല്ലയാണ് ചർച്ച എന്നതിലേക്ക് കൊണ്ടുപോയതും. യഥാർത്ഥത്തിൽ യാ ഇബാദല്ലയാണോ ചർച്ച? ഒരിക്കലുമല്ല. ഈ ലേഖനം എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവി പല പ്രാവശ്യം പല വേദികളിൽ എഴുതിയും പറഞ്ഞും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. യാ ഇബാദല്ല ദുർബലമാണ്, യാ ഇബാദല്ല വാറോലയാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഞാൻ ഈ എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പലതരത്തിൽ പല രൂപത്തിൽ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തേ ഈ ലേഖനം യാ ഇബാദല്ലയിലേക്ക് കൂട്ടിച്ചേർത്തത്? എന്നാലെങ്കിലും ചില തെളിവുകൾ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന ഒരു പരിശോധനയാണ് ഈ ആളുകൾ അവിടെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാണ് കളവ്. ഒന്ന്, ഈ പാരഗ്രാഫ് ഒഴിവാക്കി രാത്രിയുടെ ഇരുളിൽ എന്നാരംഭിക്കുന്ന ഏറ്റവും അപകടകരമായ പാരഗ്രാഫ് ഇവിടെ ഒഴിവാക്കി. രണ്ടാമത്തേത് ദുർബലമായതെന്ന് തെളിവിന് കൊള്ളാത്തതെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ ഒരു വാചകം അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്ത് വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇനിയോ ഈ പേജ് അവസാനിക്കുന്നത്, ഓരോ പേജും ഇത് വിശദീകരിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞു പോവുകയാണ്. അവസാനിക്കുന്നത് എന്താ? ഈ വിഷയം മുൻകാല പണ്ഡിതന്മാർ ഖുറാഫികളെ നേരിട്ടത് ഇതേ രീതിയിലാണ്. അവരാരും തന്നെ ഈ വിളി ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് വിളി? യാ ഇബാദല്ലാ എന്ന വിളിയാണോ തർക്കം? അതല്ല തർക്കമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇവരുടെ വാദത്തിന് വേണ്ടി യാ ഇബാദല്ലാ എടുത്തു എന്ന് വിചാരിക്കുക. യാ ഇബാദല്ലാ വസീലത്തു ശിർക്കാണ് എന്ന് പറഞ്ഞ പൗരാണിക പണ്ഡിതന്മാരാരാണ്? യാ ഇബാദല്ലാ ഉദ്ധരിച്ചുകൊണ്ട് ഇത് വസീലത്തു ശിർക്കാണ് എന്നാണല്ലോ ഈ ആളുകൾ ഇപ്പൊ പറയുന്നത്. അത് വസീലത്തു ശിർക്കാണ് എന്ന് പറഞ്ഞ പൗരാണിക പണ്ഡിതന്മാരാരാ ഉള്ളത്? ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പറയുന്നുണ്ട്, അതേപോലെ അബ്ദുല്ലാഹിബിൻ മുബാറക്കിനെ പറയുന്നുണ്ട്, പൂർവികരായ ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട്. അവരാരെങ്കിലും ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞതായി കാണിക്കാൻ, വസീലത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞതായി കാണിക്കാൻ കഴിയുമോ? കാണിക്കാൻ കഴിയില്ല. ഇവിടത്തെ ചർച്ചയും അതല്ല. ഇനി രണ്ടാമത്തെ പേജിലേക്ക് വന്നാൽ ചിലരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്ന്, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാക്കിരീനിൽ പറയുന്നു എന്നാണ്. ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാക്കിരീനിൽ പറയുന്നു. എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസിൽ ഇസ്തിആനതി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ മിൻ ഇബാദില്ലാഹി മിനൽ മലായികതി വസ്വാലിഹിൽ ജിന്നി. ഈ ജിന്നിനോട് സഹായം തേടൽ വസീലത്തു ശിർക്കാണ്, അതുകൊണ്ട് ഹറാമാണ്, അതുകൊണ്ട് പാടില്ലാത്തതാണ്, അതുകൊണ്ട് അനുവദിക്കാത്തതാണ് എന്നാണോ? അല്ല. ഷൗക്കാനിയെ അബ്ദുൽ ജബ്ബാർ മദീനിയും അതേപോലെ NV മുഹമ്മദ് സാലിമും ഇവിടെ ഉദ്ധരിക്കുന്നു. ആ ഷൗക്കാനി പറയുന്നതോ വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസിൽ ഇസ്തിആന, സഹായം തേടൽ അനുവദനീയമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. വലൈസ ഫീ ദാലിക ബഅസുൻ, അതിലൊരു കുഴപ്പമില്ല. ഇത് എഴുതിയത് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞത്, ഇത് എഴുതിയത് കൊണ്ടാ TP പറഞ്ഞത്. ഇതാ പ്രാർത്ഥന, ജിന്നിനോടുള്ള പ്രാർത്ഥനക്കാണ് ഈ ആളുകൾ വഴിയൊരുക്കുന്നത്. പ്രാർത്ഥിക്കാമെന്നത് തന്നെയാണ് ചർച്ച. അപ്പോൾ പ്രാർത്ഥിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരും പറഞ്ഞിട്ടില്ല. പണ്ട് സുന്നികൾ എന്താ പറഞ്ഞത്? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ അത്തൗഹീദ്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ ഇവിടെ തർക്കം തന്നെയില്ല. അള്ളാഹിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാ ഞങ്ങളുടെ വാദം. സഹായാർത്ഥനയാണ് ഞങ്ങളുടെ വിഷയം എന്ന് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ അവസാനം ഇന്നും ജീവിച്ചിരിക്കുന്ന നജീബ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? നജീബ് മുസ്ലിയാരുടെ ഒരു വഷണൻ പ്രസംഗമുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു കൂട്ടർ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞു നടക്കുന്നു. അത് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വിവരക്കേടാണ്. കാരണം അതിൽ തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അതുപോലെയാണ് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്നാ നജീബ് മുസ്ലിയാർ പറഞ്ഞത്. ആ സഹായതേട്ടമാണ്, സഹായാർത്ഥനയാണ് തർക്കം. അതുപോലെ ഇവിടെ ജിന്നിനോട് നടത്താമെന്ന് പറയുന്ന ഈ സഹായാർത്ഥനയുണ്ടല്ലോ, അത് പ്രാർത്ഥനയാണ്, അതുകൊണ്ടാണ് അത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നത്.
ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാണ് എന്ന് പറയുന്നവർ പ്രാർത്ഥന എന്ന പദം ഉപയോഗിക്കുന്നില്ല, ശരിയാണ്, പക്ഷേ അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാ ടി പി പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ തെളിവായി ഉദ്ധരിക്കുന്നു ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലയിൽ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൂന്ന്. സാലിഹ് ബിൻ അല്ലാമ സുലൈമാൻ ബിൻ സംഹാൻ അദ്ദേഹം തന്റെ അള്ളിയാഉ ശാരിഖിൽ പറയുന്നു എന്നാണ്. അള്ളിയാഉ ശാരിഖാണിത്. അള്ളിയാഉ ശാരിഖിൽ എന്താ പറയുന്നത്? അള്ളിയാഉ ശാരിഖിലും പറയുന്നത് ഇത് അനുവദനീയമാണ് എന്നാണ്. വൽ ജവാബു അൻ നഖൂൽ കുല്ലു അസാനിദി ഹാദിഹി റിവായാത്ത് ലാ തഖ്ലു മിൻ മഖാൽ. എല്ലാ സനദും ഇത് കുഴപ്പമുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ സനദുകളിലും പ്രശ്നങ്ങളുണ്ട്. വഅലാ തഖ്ദീരി സ്വഹതിഹാ ഫലൈസ ഫീഹി ഇല്ലാ നിദാഉൽ അഹ്യാഇ വത്വലബി മിൻഹും മാ യഖ്ദിറു ഹൗലാഇൽ അഹ്യാഉ അലൈഹി വദാലിക മാ ലാ യജ്ഹദുഹു അഹദുൻ. ഇനി ഇത് സ്വഹീഹായാലോ ജീവനുള്ളതിനോട് ജീവനുള്ള ആളുകളോട് തേടുന്നത് പോലെയേ ഉള്ളൂ എന്ന് പറഞ്ഞ അനുവദനീയമാണ്, തേടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന തെളിവ് എന്തിനാ ഉദ്ധരിച്ചത്? അത് ശിർക്കാണെന്ന് പറയാനാണോ? വസീലത്ത് ശിർക്കാനാണ് എന്ന് പറയാനാണോ? അല്ല. ഇനിയും നോക്കൂ നിങ്ങൾ, ഇതിന്റെ മൂന്നാമത്തെ പേജിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സിയാനത്തിൽ ഇൻസാനിലെ ഒരു ഉദ്ധരണി എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഉദ്ധരണി എടുത്ത് കൊടുത്തത് അത്ഭുതകരമായ രൂപത്തിലാണ്. കാരണം ആളുകൾക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലാകാതായി പോകരുത് എന്ന നിലയിൽ എന്താണോ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അത് വട്ടത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് അടുത്ത പേജിൽ, ആ കിതാബിന്റെ അടുത്ത പേജിലുള്ള ഒരു ഭാഗം അടിയിലേക്ക് കൊടുത്ത് അത് രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലാകാതായി പോകരുത് എന്ന നിലയിൽ ഒരു ഏറോ മാർക്ക് ഇട്ട് കൊടുത്ത് ഒപ്പിക്കുകയാണ്. മുജാഹിദുകൾ മറുപടി പറയണം. ആരാണ് തേടണമെന്ന് പറഞ്ഞത് എന്ന് ഇന്ന് വേദിയിൽ കയറി ചോദിക്കുന്ന ജിന്നുവാദി പുരോഹിതന്മാരുണ്ടല്ലോ, അവരോട് ഞങ്ങൾ പറയുന്നു, NV സാലിമും അബ്ദുൽ ജബ്ബാർ മദീനിയും ഇറക്കിയ ഈ പ്രബന്ധത്തിന്റെ മൂന്നാമത്തെ പേജ് നോക്കുക. എന്താ അതിൽ പറയുന്നത്? ഹാദാ ലൈസ മിമ്മാ നഹ്നു ഫീഹി ഫൈനൽ ഇസ്തിഗാസത ബിൽ മഖ്ലൂഖി അലാ നൗഐനി. സൃഷ്ടികളോടുള്ള സഹായാർത്ഥന രണ്ട് രൂപത്തിലാണ്. അഹദുഹുമ, അതിലൊന്നെന്താണ്? അയ്യുസ്തഗാസ ബിൽ മഖ്ലൂഖി, ഒരു സൃഷ്ടിയോട് സഹായം തേടുക. ഏതാണ് ആ സൃഷ്ടി? അൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന സൃഷ്ടിയോട്. ഫീമാ യഖ്ദിറു അലൽ ഗൗസി ഫീഹി, സഹായിക്കാൻ കഴിയുന്ന വിഷയത്തിൽ ആ സൃഷ്ടിയോട് സഹായം തേടുക. ഇതാണ് അവർ വട്ടത്തിലിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് പോയിന്റ് എന്ന നിലയിൽ വട്ടം ചെയ്ത് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ സിയാനത്തുൽ ഇൻസാനിൽ അതിന്റെ ബാക്കി പറയാൻ. ഏതുപോലെ? മിസ്ല അൻ യസ്തഗീസൽ മഖ്ലൂഖു ബിൽ മഖ്ലൂഖി, ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിയോട് സഹായം തേടുക. ലിയുഈനഹു അലാ ഹംലി ഹജറിൻ, ഒരു കല്ലെടുത്ത് തരാൻ സഹായം തേടുക, അല്ലെങ്കിൽ ഒരു ശത്രുവിനെ തടയാൻ സഹായം തേടുക. ഇനി അതല്ലെങ്കിൽ ജിന്നുകളെ അല്ലെങ്കിൽ കള്ളന്മാരെ തടയാനൊക്കെ ഒരു സൃഷ്ടിയോട് ആവശ്യപ്പെടുമല്ലോ. അങ്ങനെ ആവശ്യപ്പെടുന്നതാണ് ഈ ഇസ്തിഗാസയിൽ ഒരു ഇനം. എന്നിട്ട് ഈ ആളുകൾ ചെയ്തതോ അല്ലവലി ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ അതിന്റെ അടിയിലുള്ള പാരഗ്രാഫ് കൊടുക്കാൻ. അന്നൽ ഹദീസ് ലഈഫുൻ കമാ സയതി ബയാനുഹു, ഈ ആയിബാദല്ലാ എന്നുള്ളത് ലഈഫായ ഹദീസാണ്. ഫലാ യസിഹുൽ ഇഹ്തിജാജു ബിഹി, അതുകൊണ്ട് തെളിവ് പിടിക്കാൻ തന്നെ പറ്റൂല. നോക്കണം നമ്മൾ എന്തിന്റെ മുകളിലാണ് അവർ സംഘടന ഉണ്ടാക്കിയത്? എന്തിന്റെ മുകളിലാണ് ഈ തൗഹീദി പ്രബോധന സംഘത്തെ ഭിന്നിപ്പിച്ചത്? എന്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടുന്ന് പോയത്? തെളിവ് പറയാൻ പാടില്ല എന്ന് ഈ ആളുകൾ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറഞ്ഞ ഒരു പണ്ഡിതന്റെ വാക്ക്. വസാനി, രണ്ടാമത്തത്, അലാ തഖ്ദീരി സുബൂതിഹി, ഈ ആയിബാദല്ലാ എന്നത് സ്വഹീഹാണെങ്കിൽ അന്ന ഹാദിഹിൽ ഇസ്തിഗാസ മിൻ ജിൻസിൻ നൗഇൽ അവ്വലി, ഒന്നാമത് പറഞ്ഞ ഇസ്തിഗാസയിൽപ്പെട്ടതാണ്. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്തത്? ഇവിടുന്ന് ഒരു വരയിട്ടിട്ട് ഇങ്ങനെ ഒന്നാമത്തെ ഇനി ഇന്നതാണേ എന്ന് കാണിച്ചു തന്നത്. എന്താ ഒന്നാമത്തെ ഇനം? അനുവദനീയമായ ഇനം. എന്തുകൊണ്ട് TP പറഞ്ഞുവെന്നല്ലേ? എന്തുകൊണ്ട് വിചിന്തനത്തിൽ എഴുതിയെന്നല്ലേ? NV സാലിമും അബ്ദുൽ ജബ്ബാർ മദീനിയും തയ്യാറാക്കിയ പ്രബന്ധത്തിൽ സിയാനത്തുൽ ഇൻസാൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയുന്നു, അനുവദനീയമാണ് ജിന്നിനോടുള്ള സഹായം തേടൽ. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ യാഇബാദല്ലയുമായി കൂട്ടിക്കെട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് NV സാലിമും സംഘവും പറഞ്ഞത് ഇതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് ഇത് അനുവദനീയമാണ് എന്നാണ് ഈ ആളുകളുടെ വാദമെന്ന്. ഇനി നോക്കൂ, ഇനി ഇതേ പുസ്തകത്തിന്റെ 4-ാമത്തെ പേജിൽ
ഞാൻ നേരത്തെ പറഞ്ഞു, 3-ാമത്തെ പേജ് നിങ്ങൾക്കവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. അവിടെ വട്ടമിട്ട് കാണിച്ചതും അതേപോലെ തന്നെ അവിടെ ആരോ മാർക്ക് ചെയ്തുകൊണ്ട് കാണിച്ചതും നമുക്കവിടെ കാണാം. അതേപോലെ ഇതിൻ്റെ 4-ാമത്തെ പേജിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്നാൽ ചിലർ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയാറുണ്ട്. ഇത് സൂക്ഷ്മമല്ല എന്ന് ഷെയ്ഖ് സാലിഹ് ആലി ഷെയ്ഖ് സമർത്ഥിക്കുന്നു. എന്താ പറയുന്നത്? സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് ചോദിക്കൽ ശിർക്കാണ്. നമ്മൾ പറയും എന്ത്? മനുഷ്യർക്ക് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യർ സൃഷ്ടികളാണ്, ജിന്നുകളും സൃഷ്ടികളാണ്, അതുകൊണ്ട് ജിന്നുകളോടും ചോദിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് അതിനെ വിമർശിച്ചുകൊണ്ട് ഇവർ പറയാൻ, എന്നിട്ട് അവിടെ എടുത്തു കൊടുക്കാൻ ഇവർ അടിവരയിട്ട് നോക്കൂ നിങ്ങൾ. എവിടെയാണ് അടിവരയിട്ടത്? അമ്മാ ഖൗലു മൻ ഖാല മിൻ അഹ്ലിൽ ഇൽമി ഇന്നൽ ഇസ്തിഗാസത ശിർക്കുൻ അക്ബർ. ഇസ്തിഗാസ, അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ ശിർക്കുൻ അക്ബറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദസ്തഗാസ ബിൽ മഖ്ലൂഖി ഫീമാ ലാ യഖ്ദിറു അലൈഹി, സൃഷ്ടികൾക്ക് കഴിയാത്തത് തേടിയാൽ അത് ശിർക്കാകും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫൈന ഹാദാ യരിദു അലൈഹി അൻ സമ്മത്തിൽ അശ്യാഉ ഖദ് യകൂനുൽ മഖ്ലൂഖു ഫീ ലാഹിരിൽ അംരി ഖാദിറൻ അലൈഹാ വലാകിന്നഹു ഫിൽ ഹഖീഖത്തി ലാ യഖ്ദിറു അലൈഹാ. ഇതിനാണ് ഇവർ അടിവരയിട്ടത്. അടിവരയിട്ട കണ്ടാൽ എന്താ വിചാരിക്കുക? ഇവിടെ എന്തോ ചർച്ചയിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഈ വലിയ കാര്യം ഉദ്ധരിച്ചത് എന്നല്ലേ? ഇതും കേരളത്തിലെ ജിന്നുവാദികളുടെ വാദവുമായി ഒരു ബന്ധമില്ല. കാരണം അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. ഒരാൾ മുങ്ങിപ്പോവാൻ, വെള്ളത്തിൽ മുങ്ങിപ്പോവാൻ ഒരാൾ. അപ്പൊ അയാൾ സഹായം തേടുകയാണ്. എന്താ പറയുന്നത്? അസ്തഗീസുബിക് അസ്തഗീസുബിക്, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയാണ്. ആരോടാ പറയുന്നത്? നീന്തൽ അറിയാത്ത ഒരാളാണ് പറയുന്നത് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ. അത് ശിർക്കാവോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചർച്ച. നോക്കണം നിങ്ങൾ, എന്തിനാ ഇവർ തെളിവ് ധരിച്ചത്? ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാവുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാദം എന്താ? ഒരാൾ പുഴയിൽ ഒഴുകിപ്പോകുന്നു, അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ജിന്നിനോട് വിളിച്ചു തേടിയാ ശിർക്കോ അല്ല എന്നുള്ളതല്ല തർക്കം. പിന്നെയോ അവിടെ നീന്തൽ അറിയാത്ത ഒരാളുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചങ്ങല കിട്ട ഒരാളാണുള്ളത്. ഒരാളവിടെ ചങ്ങല കിട്ടി ഇരിക്കുന്നുണ്ട്, വേറെ ആരോ അയാളെ തടവിലാക്കിയതാണ്. അയാളോട് പറയാണ് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ശിർക്കാവോ? അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾക്കതിൻ്റെ താഴെ കാണാം ഇവർ കള്ളിയിലാക്കി കൊടുത്തത്. എന്താ കള്ളിയിലാക്കി കൊടുത്തത്? അമ്മാ ഇദസ്തഗാസ ബിഹി ഫീമാ യഖ്ദിറു അലൈഹി ഗൈറുല്ലാഹി മിനൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം അല്ലാഹു അല്ലാത്തവർക്ക്, ഫീമാ യഖ്ദിറു അലൈഹി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് കഴിയുന്ന ഒരു കാര്യം സൃഷ്ടിയോട് ചോദിക്കുന്നു. ലാകിൻ ഹാദൽ മഖ്ലൂഖുൽ മുഅയ്യൻ ലം യഖ്ദിറു അലാ ഹാദ ശൈഇൽ മുഅയ്യൻ, ഈ പ്രത്യേക കാര്യത്തിൽ സഹായിക്കാൻ ആ തേടിയ സൃഷ്ടിക്ക് കഴിയില്ല. ഫഇന്നഹു ലാ യകൂനു ശിർക്കൻ ലിഅന്നഹു മഅതഖദ ഫിൽ മഖ്ലൂഖി ശൈഅൻ ലാ യസ്ലുഹു ഇല്ലല്ലാഹ്, കാരണം ഇത് അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്നൊന്നും അയാൾ വിശ്വസിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഇവർ കള്ളിയിലാക്കി നിർത്തി. അതിൻ്റെ അടിയിലുള്ളത് എന്താ? ഫല്ലിസ്തിഗാസതു ബിഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടം ഇദാ കാനത് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലാഹ് അല്ലാത്ത ആർക്കും കഴിയാത്ത കാര്യങ്ങളിലാണ് ഇസ്തിഗാസ നടത്തുന്നതെങ്കിൽ ഫഹിയ ശിർക്കുൻ അക്ബർ, അത് വലിയ ശിർക്കാണ്. വൈദാ കാനത് ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്, സൃഷ്ടികൾക്ക് കഴിയുന്നതാണെങ്കിലോ ഫഹിയ ജായിസ, അത് അനുവദനീയാണ്. എന്തിനാ ടി പി പറഞ്ഞത്? എന്തിനാ വിചിന്തനത്തിൽ എഴുതിയത്? ഇതായിരുന്നു വാദം. കേരളത്തിലെ തലമുതിർന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും ഈ നാട്ടിലെ സാധാരണക്കാരും പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ആദർശത്തിനും ആ ആദർശത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട സ്ഥാപനങ്ങൾക്കും ഈ തലനരച്ച കാരണവന്മാർ കാവലിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ വാദമായിരുന്നു ഇവിടെ കൊണ്ടുവരാൻ ഇവർ ഉദ്ദേശിച്ചത്. കാരണം ഈ വിഷയത്തിൽ ആദ്യം വന്ന പ്രബന്ധാണിത്.